തന്നെയാണോ? ഇങ്ങനെയാണോ കൈ നോക്കുന്നത്? അല്ല, മോതിരത്തിന് അടിയിൽ വല്ല രേഖയും ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു. കണ്ടേ. ആ, ജയിലറില്ലേ ഇവിടെ? അച്ഛൻ ഇവിടെ ഇല്ല, വൈകിട്ടേ വരൂ. അതെ, അതിനു മുമ്പ് കാര്യം തീർത്തിട്ട് പോണം. എന്താ കാര്യം? കേരള ജുവലേഴ്സിൽ നിന്നും ഈയിടെ വിലപിടിപ്പുള്ള ഒരു മോതിരം കളവ് പോയി. അതിന്റെ അന്വേഷണത്തിന് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതിനെന്തിനാ ഇവിടെ വന്നത്? അതുള്ളിടത്ത് വേണമല്ലോ വരാൻ. ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? അത് ചോദിക്കാൻ നീ ആരാടാ? നീ പിന്നെ തന്നെ ഞാൻ അച്ഛാന്ന് വിളിക്കണോ? പോണോ? ആരാ ഇയാൾ? കൈ നോക്കാൻ വന്നതാ. ഈ വേഷത്തിൽ ഇപ്പൊ കള്ളന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. പോലീസ് വേഷത്തിലും കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേൾവി. വെള്ളം. സാറിന് മനസ്സിലായില്ലല്ലോ. ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇൻസ്പെക്ടർ ആണെന്ന് മനസ്സിലായല്ലോ. പോയി ഒരു ഗ്ലാസ് വെള്ളം എനിക്കും കൂടെ കൊണ്ടുവരും. എക്സ്ക്യൂസ് മീ. കുട്ടിയുടെ കയ്യിൽ ഒരു മോതിരം കാണുന്നല്ലോ. ഇതൊരു ബാങ്ക് ഓഫീസർ വന്നതല്ലേ? അതെ. ഒരു സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. കാണട്ടെ. ഒരു നാരായണ. തമ്പി കുഞ്ഞില്ലേ ഇവിടെ? ഇല്ല. അയ്യോ, പെരുമുട്ടുവാദം പിടിച്ചേ പിന്നെ നടക്കാനും വയ്യ. തമ്പിയുടെ മോളാന്നോടി ഇത്? അതെ. ഇവിടെ വാ. എന്റെ അടിയും പോലെ നീ മുട്ടനായി പോയല്ലോടി. അപ്പൂപ്പൻ കാണുമ്പോ നീ കൂമ്പാളക്കോണം കൊടുത്തോണ്ട് ഓടി നടക്കുക. നീ വാ, അപ്പൂപ്പന്റെ വഴിയിലോട്ട് ഇരി. എനിക്ക് മനസ്സിലായില്ല. നിന്റെ അച്ഛനെ എടുത്ത് വളർത്തി വലുതാക്കിയവനാടി ഈ അപ്പൂപ്പൻ. ദേ നോക്ക്, ഈ കൈയിൽ കിടന്നാടി അവൻ പാല് കുടിച്ച് വളർന്നത്. ബൈ, അപ്പൂപ്പൻ ജയിലറെ എടുത്ത് വളർത്തിയതാണെന്നാണല്ലോ പറഞ്ഞത്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ജാതക ശാസ്ത്രപ്രകാരം അദ്ദേഹം തന്നെത്താൻ വളർന്നതായിട്ടാണ് കാണുന്നത്. ഓടാ ശവി. ഏതാ മോളെ ഈ കന്നാലികള്? അവന്റെ ഒക്കെ ഒരു ചോദ്യം കേട്ടില്ലയോ?